ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഷുവറായിട്ടും ചോദിക്കും എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ ദ ട്രയാങ്കിൾ ABC പ്രൂവ് ദാറ്റ്. ഏകദേശം മനസ്സിലായില്ലേ ഏതാ പ്രോബ്ലം എന്ന്? ഓക്കെ, നമ്മൾ ഏതാ പ്രോബ്ലം എന്തെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാൻ വരും. എങ്ങനെ? നമുക്ക് 3 കാര്യം ഇതിൽ പഠിക്കാനുള്ളൂ. മെയിനായിട്ട് 3 പ്രോബ്ലംസേ ഉള്ളൂ. അതിലൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് തരാം. പേജ് നമ്പർ ടെസ്റ്റുള്ളവർക്ക് പേജ് നമ്പർ നോക്കാം. 468 468 പേജിലുണ്ട്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഇതോ അല്ലെങ്കിൽ ഇപ്പോൾ സൈൻ ഇക്വേഷൻ അല്ലെങ്കിൽ സൈൻ ഫോർമുല അല്ലെങ്കിൽ കൊസൈൻ ഫോർമുല ആയിരിക്കും. ഇപ്പോൾ സൈൻ ഫോർമുല വെച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇപ്പോൾ ഞാൻ ചെയ്തു തരുന്നത്. അപ്പോൾ tan ഓഫ് b മൈനസ് സി ബൈ 2 ഈക്വൽ ടു b മൈനസ് സി ബി പ്ലസ് സി കോട്ട് a ബൈ 2 എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഇതിലെന്തെങ്കിലും നമുക്ക് അറിയൂ ഇല്ല അല്ലേ? നമ്മൾ സൈൻ ഫോർമുല പഠിച്ചു, കൊസൈൻ ഫോർമുല അറിയാം. അതിൽ രണ്ടിലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇത് അറിയുന്നില്ല. നമുക്കറിയാം എന്ത് സൈൻ ഫോർമുല 2 ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇതിലേത് സൈൻ ഫോർമുലയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്ക് ടാൻ അറിയത്തില്ല, കോട്ട് അറിയത്തില്ല. ആകെ അറിയുന്നത് ബിയും സിയും ഓക്കെ, ബിയും സിയും ആണ് നമുക്ക് അറിയുന്നത്. എങ്ങനെ അറിയാം? ഏത് ഫോർമുല വെച്ചിട്ട്? ബി എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു കെ. എ അറിയാം, ബി അറിയാം, സി അറിയാം. നമുക്ക് എ എന്നാ കാണണ്ട, പക്ഷേ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ എ എന്തായാലും കാണാൻ വേണ്ടി വരും, നമുക്ക് അറിയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ബിയും സിയും അറിയണം. ബിയും സിയും ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എടുക്കാൻ പറ്റും, കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ബി ബൈ സൈൻ ബി ഈക്വൽ ടു നമുക്ക് എന്താ കെ എന്നറിയാം. അപ്പോൾ ബി ബൈ സൈൻ ബി ഈക്വൽ ടു കെ ആണെന്നറിയാം. അപ്പോൾ ഇതിൽ നിന്ന് ബി എന്ത് കിട്ടും? കെ സൈൻ ബി. അത് നമുക്ക് എന്താ കിട്ടേണ്ടത്? സി ആണ്. അപ്പോൾ സി ഈക്വൽ ടു സി ബൈ സൈൻ സി ഈക്വൽ ടു കെ എന്ന് എഴുതാം. അപ്പോൾ സി ഈക്വൽ ടു കെ സൈൻ സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യാൻ. ഈ ടേം മാത്രമാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ട് ഇത് മൊത്തം ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ബി മൈനസ് സി ബൈ ബി പ്ലസ് സി നമ്മൾ പ്രൂവ് ചെയ്തിട്ട് ഈ ടേംസ് മൊത്തം ഇതിലേക്ക് എത്തിക്കും. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക കേട്ടോ. ഏതൊരു പ്രോബ്ലം വന്നാലും നമുക്ക് അറിയുന്നത് എന്താണോ അതിൽ നിന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും. അപ്പോൾ ബി മൈനസ് സി ബൈ ബി പ്ലസ് സിയിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്തിട്ട് ഇത് മൊത്തം എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, നമുക്ക് എന്താ അറിയാം? ബിയും സിയും ഒക്കെ അറിയാം അല്ലേ? ബിയും സിയും അറിയാം. അപ്പോൾ ബിയും സിയും ബിയുടെ പ്ലേസിൽ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കെ സൈൻ ബി എന്നാണ് നമ്മൾ ബീനെ എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ സി എന്താ? സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ എഴുതി വെച്ചേക്കുന്നത്? കെ സൈൻ സി, കെ സൈൻ സി എന്നാണ്. അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ ബി പ്ലസ് സി എന്നാണ് അല്ലേ? ഇപ്പോൾ ബിയുടെ പ്ലേസിൽ പിന്നെയും സൈൻ ബി എന്ന് തന്നെ എഴുതും പ്ലസ് കെ സൈൻ സി. അപ്പോൾ എ ബിയുടെയും സിയുടെയും പ്ലേസിൽ അതാത് വാല്യൂസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? കെ ഉണ്ട് അല്ലേ? ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? കെ ഉണ്ട്. അപ്പോൾ കെനെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, കെനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ സൈൻ ബി മൈനസ് സൈൻ സി എന്ന് എഴുതാം. ഇതിൽ നിന്ന് കെനെ പുറത്തേക്ക് എടുത്താൽ സൈൻ ബി പ്ലസ് സൈൻ സി എന്ന് എഴുതാം. ഈക്വൽ ടു നമുക്കറിയാം സൈൻ ബി മൈനസ് സൈൻ സി എന്താണെന്ന് അറിയാം അല്ലേ? അതുപോലെ സൈൻ ബി പ്ലസ് സൈൻ സി എന്താണെന്ന് അറിയാം. ഏത് ഇക്വേഷൻ വെച്ച്? സൈൻ ബി മൈനസ് സൈൻ സി അറിയാം. 2 ഇക്വേഷൻ നമുക്കറിയാം. അത് ആദ്യം 2 ഇക്വേഷന് ഞാൻ എഴുതി തരാം. സൈൻ ബി പ്ലസ് സൈൻ സി ഈക്വൽ ടു 2 സൈൻ ഓഫ് ബി പ്ലസ് സി ബൈ 2 അല്ലേ?
ബി പ്ലസ് സി ബൈ ടു കോസ് ഓഫ് ബി മൈനസ് സി ബൈ ടു. അതേപോലെ തന്നെ അടുത്ത ഇക്വേഷനും ഏതാണ്? സൈൻ ബി മൈനസ് സൈൻ സി. സൈൻ ബി മൈനസ് സൈൻ സി എന്ന് പറയുന്ന ഇക്വേഷനും നമുക്ക് സൈൻ ബി മൈനസ് സൈൻ സി എന്ന് പറയുന്ന ഇക്വേഷനും നമുക്കറിയാം. അപ്പോൾ സൈൻ ബി മൈനസ് സൈൻ സി ഈക്വൽ ടു 2 കോസ് ഓഫ്, രണ്ടും മാറ്റിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കോസിലെടുത്ത് സൈനാക്കുക, സൈനുള്ളടുത്ത് കോസാക്കാം. അപ്പോൾ ബിയും സി തന്നെ ആണോ നോക്കുക കേട്ടോ. അപ്പോൾ ബി പ്ലസ് സി ബൈ ടു സൈൻ ഓഫ് ബി മൈനസ് സി ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കെയും ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ അവിടെ കെ വെക്കണ്ട അല്ലേ, രണ്ടിലും ഉണ്ടല്ലോ. ഒക്കെ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. കോമൺ ആയിട്ട് എടുത്തു, ക്യാൻസൽ ചെയ്തു. ഇനി സൈൻ ബി മൈനസ് സൈൻ സി, സൈൻ ബി മൈനസ് സൈൻ സി ഉള്ള പ്ലേസിൽ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതല്ലേ 2 കോസ് ഓഫ് ബി പ്ലസ് സി ബൈ ടു സൈൻ ഓഫ് ബി മൈനസ് സി ബൈ ടു ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ബി പ്ലസ് സൈൻ സിയുടെ പ്ലേസിൽ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 സൈൻ ഓഫ് ബി പ്ലസ് സി ബൈ ടു കോസ് ഓഫ് ബി മൈനസ് സി ബൈ ടു ഈക്വൽ ടു, ഇതിൽ രണ്ടിലും 2 ഉണ്ട്, ഒക്കെ ഇൻറ്റു ആണല്ലേ, മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്ത് കളയാം. ഓക്കെ, അതേപോലെ വേറെന്താ ശ്രദ്ധിക്കേണ്ടത്? ഇതിന് രണ്ടിനും ബ്രാക്കറ്റ് സെയിം ആണ് അല്ലേ, ബി ഉള്ളിലെടുക്കുന്നത് സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്ത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ടാൻ എക്സ്. അതുപോലെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്താണ്? കോട്ടെക്സ്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും എക്സിൻ്റെ അതേ പ്ലേസിൽ എന്ത് കിടക്കുന്നുണ്ട്? ബി പ്ലസ് സി ബൈ ടു. അതുപോലെ സൈൻ എക്സ് ബൈ കോസ് എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എന്ത് കിടക്കുന്നു? ബി മൈനസ് സി ബൈ ടു എന്ന് കിടക്കുന്നുണ്ട്. ഇല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്താൽ കോട്ട് ഓഫ് എക്സിലുള്ളത് ഇവിടെ എന്താ കിടക്കുന്നത്? ബി പ്ലസ് സി ബൈ ടു. അതുപോലെ സൈൻ ബൈ കോസ് ടാൻ ആണ്. എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എന്ത് എടുക്കുന്നു? ബി മൈനസ് സി ബൈ ടു. ഇപ്പോഴും നമ്മൾക്ക് ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ആൻസർ എന്താ വേണ്ടത്? ടാൻ കറക്റ്റ് ആണല്ലേ, ടാൻ നമുക്ക് ബി മൈനസ് സി ബൈ ടു തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ കോട്ട് നോക്ക്, കോട്ട് എന്താ? എ ബൈ ടു ആണ് വരുന്നത് അല്ലേ, ബ്രാക്കറ്റിൽ എ ബൈ ടു ആണ് കിട്ടേണ്ടത്. നമുക്ക് അത് തന്നെയാണോ കിട്ടിയത്? അല്ല അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അല്ലേ, ട്രയാങ്കിൾ എ ബി സിയിലാണ് പറയുന്നത്. അപ്പോൾ എ ബി സി ഒരു ട്രയാങ്കിൾ വരച്ചു. അതും നമുക്ക് ഇതും അറിയാം, ഇത് മൂന്നിൻ്റെ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ, നമുക്കറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 3 ആംഗിളും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എന്താണ്? 180 ആണ്. ഓക്കെ, 180നെ നമുക്ക് എന്ത് എഴുതാം? പൈ ആയിട്ടും എഴുതാറുണ്ട്. അപ്പോൾ പൈ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് 180 വെക്കാം അല്ലേ, കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു പൈ. നമുക്ക് എന്താ കിട്ടണ്ടേ? ബി പ്ലസ് സി ബൈ ടു ആണ്. അപ്പോൾ രണ്ടിനെയും ഡിവൈഡ് ചെയ്തിട്ട് എന്തുകൊണ്ട്? 2 കൊണ്ട്. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ബി കൊണ്ടല്ല 2 കൊണ്ട്. ഓക്കെ, നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്താം? നമുക്ക് ബി പ്ലസ് സി മാത്രമേ വേണ്ടൂ, ഒരു ഭാഗത്ത് നിർത്താം, ഈ ടൈമിന് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ബൈ ടു പ്ലസ് സി ബൈ ടു ഈക്വൽ ടു പൈ ബൈ ടു. ഈ ടൈമിന് ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്, എ ബൈ ടു എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ബി പ്ലസ് സി ബൈ ഡിനോമിനേറ്റർ സെയിം ആണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് എടുക്കുക അല്ലേ, അങ്ങനെ എഴുതാം. അപ്പോൾ ബി പ്ലസ് സി ബൈ ടു നമുക്ക് എന്ത് കിട്ടി? പൈ ബൈ ടു മൈനസ് എ ബൈ ടു എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ബി പ്ലസ് സി ബൈ ടുവിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്താൽ പൈ ബൈ ടു മൈനസ് എ ബൈ ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ കോട്ട് ഓഫ് പൈ ബൈ ടു മൈനസ് എ ബൈ ടു എന്ന് എഴുതാം. ഓക്കെ, ബി പ്ലസ് സി ബൈ ടുവിൻ്റെ പ്ലേസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ടാൻ ഓഫ് ബി മൈനസ് സി ബൈ ടു അതേപോലെ ഇതാ. കോട്ട് ഓഫ് മൈനസ് ആണല്ലേ, അപ്പോൾ കോട്ട് ഓഫ് എക്സ് മൈനസ് വൈ എന്താ നമുക്കറിയാം. കോട്ട് ഓഫ് എക്സ് മൈനസ് വൈ എന്താ? അറിയാത്തവർ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഏതാണ്? കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് മൈനസ് ആകുമ്പോൾ പ്ലസ് ബൈ
കോട്ട് വൈ മൈനസ് കോട്ട് എക്സ് എന്നുള്ളതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സോൾവ് ചെയ്തിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഡയറക്റ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ π/2, വൈയുടെ പ്ലേസിലെ എക്സിൻ്റെ പ്ലേസിലെ π/2, വൈയുടെ പ്ലേസിലെ a/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കോട്ട് എക്സിലോടുത്ത് π/2 എന്ന് എഴുതാം, കോട്ട് വൈയിലോടുത്ത് a/2 എന്ന് എഴുതാം, പ്ലസ് 1 വൈയിലോടുത്ത് എന്ത് ചെയ്തും a/2. വൈയും കോസും മാറ്റി മാറ്റി എഴുതരുത്, തെറ്റാൻ പാടില്ല. അപ്പോൾ വൈയിലോടുത്ത് എന്ത് ചെയ്തും a/2. നമ്മൾ കൺഫ്യൂഷനാക്കാൻ സാധ്യത ഉള്ളതാണ്. വൈ ആണ് ആദ്യം വരുന്നത്, പിന്നെയാണ് കോസ് വരുന്നത്, എക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോട്ട് a/2 മൈനസ് കോട്ട് എക്സിലോടുത്ത് എന്ത് ചെയ്തും π/2. പിന്നെ നമ്മൾ എന്ത് ചെയ്തും ടാൻ ഓഫ് b മൈനസ് c/2 തന്നെ എഴുതും. നമുക്ക് കോട്ട് π/2 എന്താ? ടാൻ π/2 എന്താ? ടാൻ π/2 ഇൻഫിനിറ്റി ആണ്. ആ ടേബിൾ നോക്കിയാൽ മതി. ടാൻ π/2 ഇൻഫിനിറ്റി ആണെന്ന് അറിയും. അപ്പോൾ കോട്ട് π/2 കിട്ടാൻ വേണ്ടിയിട്ട് 1/tan π/2 ചെയ്താൽ മതി. മീൻസ് റെസിപ്രോക്കൽ ഓഫ് ടാൻ ആണ് എന്ത്? കോട്ട്. അപ്പോൾ ഇൻഫിനിറ്റി ആണ് എന്ത്? ടാൻ π/2 കിട്ടി. അപ്പോൾ 1/∞ കിട്ടി. 1/∞ 0 അല്ലേ? നമുക്ക് 0 കിട്ടി. കോട്ട് π/2 0 കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0 ഇൻറ്റു കോട്ട് a/2 അല്ലേ? കോട്ട് π/2 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. കോട്ട് a/2 നമുക്ക് അറിയില്ല, അപ്പോൾ അതങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. 1 കോട്ട് a/2 നമുക്ക് അറിയത്തില്ല, അതങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. -0 ഈക്വൽ ടു ലാസ്റ്റ് എന്ത് കിട്ടി? ഇത് രണ്ടും ടേമും 0 ആയി പോവും. ബാക്കി 1 കോട്ട് a/2 എന്ന് കിട്ടും. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയേ? ഒപ്പം ഒരാളും കൂടി വരുന്നുണ്ട് അല്ലേ? എന്താണ്? ടാൻ ഓഫ് b മൈനസ് c/2. ലാസ്റ്റ് ആൻസർ b മൈനസ് c/b പ്ലസ് c ഈക്വൽ ടു ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? 1 കോട്ട് a/2 ടാൻ ഓഫ് b മൈനസ് c/2 എന്ന് കിട്ടി. ഈ ടേമിനെ ഇപ്പോൾ ഡിനോമിനേറ്റർ അല്ലേ, ആ ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കോട്ട് a/2 b മൈനസ് c/b പ്ലസ് c ഈക്വൽ ടു ടാൻ ഓഫ് b മൈനസ് c/2 നമുക്ക് കിട്ടി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ പ്രൂവ് ചെയ്തു. ഇതേപോലെയാണ് 2 ക്വസ്റ്റ്യനും കൂടി ഇട്ട് ആ 2 ക്വസ്റ്റ്യനും നമുക്ക് പ്രൂവ് ചെയ്യാം. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് ഇട്ടോളൂ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നല്ല ഇഷ്ടമാണ്, നിങ്ങൾക്ക് ആ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യുക. ഈ ചാനൽ കുറച്ചും കൂടി വീഡിയോസ്, നമുക്ക് ഇതുപോലെ കുറേ വീഡിയോസ് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയുക. ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ, അപ്പം ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബെൽ ബട്ടൺ അനേബിൾ ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. സൈൻ ഫോർമുല വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് കൊസൈൻ ഫോർമുല വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. കൊസൈൻ ഫോർമുല വെച്ചിട്ട് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ സൈൻ ഫോർമുലയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അപ്ലൈ ചെയ്യേണ്ടി വരും. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. അപ്പോൾ നന്നായി വായിക്കുക. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ സൈൻ ഓഫ് b മൈനസ് c പ്ലസ് b സൈൻ ഓഫ് c മൈനസ് എ പ്ലസ് c സൈൻ ഓഫ് എ മൈനസ് b ഈക്വൽ ടു എന്തെന്ന് കാണിക്കണം? 0 എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, ഇത് മൂന്നും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എ സൈൻ ഓഫ് b മൈനസ് c. അങ്ങനെ 3 പാർട്ടാക്കുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? എന്ത് സോൾവ് ചെയ്യുക? എ സൈൻ ഓഫ് b മൈനസ് സിനെ സോൾവ് ചെയ്യുക. അപ്പോൾ എ സൈൻ ഓഫ് b മൈനസ് സിനെ സോൾവ് ചെയ്യുക. അപ്പോൾ എ സൈൻ ഓഫ് b മൈനസ് സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ അറിയാം അല്ലേ? എന്താണ്? സൈൻ, ഒരു ബ്രാക്കറ്റൊക്കെ ഇട്ട് വയ്ക്കുക. 4 അല്ലെങ്കിൽ സംശയം തോന്നും. വലിയൊരു 2 ഇക്വേഷനാണ് വരാൻ പോണേ. അപ്പോൾ സൈൻ b
കോസ് സി മൈനസ് കോസ് ബി സൈൻ സി എന്ന് പറയുന്ന ഇക്വേഷൻ മീൻസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ആ പ്ലസ്സിലോടത്ത് എന്തിട്ടാൽ മതി, മൈനസ് ആക്കിയാൽ മതി. അത്രേ ഉള്ളൂ ഇക്വേഷനിൽ. മൈനസ് പ്ലസ്സിലോടത്ത് എന്താക്കുക, മൈനസ് ആക്കുക. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിൻ്റെ പ്ലേസിൽ ബിയും വൈയുടെ പ്ലേസിൽ സിയും വന്നിട്ടുണ്ട് മാത്രം. ഇനി എന്നാ ചെയ്യുക, കോസ് സി എന്താണെന്ന് നമ്മൾക്ക് അറിയാം. കോസ് സി എന്താണെന്നുള്ളത് കൊസൈൻ ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. കൊസൈൻ ഫോർമുലയിൽ കോസ് സി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കോസ് സി എന്താണെന്ന് എവിടെ നിന്ന് നോക്കി എഴുതുക, കൊസൈൻ ഫോർമുലയിൽ നിന്ന് നോക്കി എഴുതുക. ഒപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സൈൻ ബി കണ്ടുപിടിക്കണം. സൈൻ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൈൻ ഫോർമുല ആദ്യം എഴുതുക. അപ്പോൾ സൈൻ ഫോർമുല നമുക്ക് 2 സൈൻ ഫോർമുല ഉണ്ട് അല്ലേ, രണ്ടും 2 രീതിയിലാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ ബി ബൈ എ ഈക്വൽ ടു സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി ഈക്വൽ ടു കെ പറയുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് സോൾവ് ചെയ്യേണ്ടത് സൈൻ ബി ആണ്. അപ്പോൾ സൈൻ ബി ബൈ ബി എന്താണെന്ന് കണ്ടുപിടിക്കുക. സൈൻ ബി ബൈ ബി എന്ന് പറഞ്ഞാൽ കെ ആണ്. സൈൻ ബി ഈക്വൽ ടു അപ്പോൾ എന്ത് വരും, കെ ബി എന്ന് വരും. അതുപോലെ എന്ത് കണ്ടുപിടിക്കുക, സൈൻ ഇനി അടുത്തത് സൈൻ സി ആണല്ലേ. അപ്പോൾ സൈൻ സി ബൈ സി എന്ത് തന്നെയാണ്, കെ ആണ്. അപ്പോൾ സൈൻ സി ഈക്വൽ ടു കെ സി എന്ന് വരും. ഓക്കെ അല്ലേ, സൈൻ സി ഈക്വൽ ടു കെ സി എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എ സൈൻ സിയുടെ സൈൻ ബി എന്താ നമുക്ക് കിട്ടി, സൈൻ ബി എന്താ സി ബി അല്ല കെ ബി അല്ലേ, കെ ബി. അപ്പോൾ കെ ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കെ ബി ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, കെ ബി. പിന്നെ കോസ് സി എന്താ, കോസ് സി എന്ന് പറയണത് നമുക്ക് പഠിക്കാനുണ്ട്. കോസ് സി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒപ്പം ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തോളൂ. അപ്പം നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും, എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കോസ് സിയുടെ പ്ലേസിൽ ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab. ഇനി പിന്നെയും മൈനസ് ചെയ്താൽ കോസ് ബി എന്താണെന്ന് നമുക്കറിയാം. കോസ് ബി കൊസൈൻ ഫോർമുല വെച്ചിട്ട് പറയുമ്പോൾ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac അല്ലേ, 2ac. അപ്പോൾ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac. ഇനി സൈൻ സി എന്താ, സൈൻ സി സി കെ ക്ലോസ് ചെയ്യാം. ഇനി എന്നാ ചെയ്യും, ഈ എനെ ഓരോന്നിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു കെ ബി. അപ്പോൾ എ കെ ബി എന്ന് വരും. ഇൻറ്റു ഇവിടെ ആരുണ്ട്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab ഉണ്ട്. അതുപോലെ ഈ ടേമിനെ ഈ ടേമിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ എടുക്കുന്നത്, സി കെ ആണ്. അപ്പോൾ സി കെ ഇൻറ്റു എ ചെയ്താൽ എ സി കെ ബ്രാക്കറ്റ് ചെയ്താൽ സി സ്ക്വയർ പ്ലസ് ഈ ടൈമിന് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്, കൺഫ്യൂഷനൊന്നും വരുത്തരുത്. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ എഴുതാം അല്ലേ. അത് ആദ്യം ഇത് എഴുതാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac ഇൻറ്റു ആരുണ്ട്, എ സി കെ അല്ലേ, എ സി കെ. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഈ ടേമിൽ, ആരെങ്കിലും ഉണ്ടോ കോമൺ ടേംസ്? ഉണ്ടല്ലേ, ബി ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ ഇവിടെ ഉണ്ടോ, എ ഉണ്ട്, സി ഉണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കി എന്താ കിടക്കുന്നത്, ഇവിടെ കെ ഉണ്ട് അല്ലേ. അപ്പോൾ കെ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2 മൈനസ് ഇവിടെ എന്ത് എടുക്കും, സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2 കെ ഈക്വൽ ടു രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, കെ ഉണ്ട്. അപ്പോൾ കെനെ പുറത്തേക്ക് എടുക്കാം. കെ മാത്രമേ ഉള്ളൂ അല്ല, ഇവിടെ ഒരു 2 ഉണ്ട് അല്ലേ. അപ്പോൾ കെ ബൈ 2നെ പുറത്തേക്ക് എടുക്കാം. രണ്ടിലും കെ ബൈ 2 ഉണ്ട്. ബാക്കി ഇവിടെ എന്താ എടുക്കുക, അതെടുത്ത് എഴുതാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് വന്നിട്ട് ബ്രാക്കറ്റ് എഴുതണം, ഉറപ്പാണ്. ഈ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൈനസ് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഒരു ബ്രാക്കറ്റ് എന്തായാലും എഴുതണേ. സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. കെ ബൈ 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തു കൂട്ടാ, മറക്കരുതേ. അപ്പോൾ നമ്മൾ കെ ബൈ 2 എഴുതി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസിന് ഉള്ളിലേക്ക് എടുക്കാൻ പോവുകയാണ്, ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. മൈനസിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് സി സ്ക്വയർ എന്താവും, നെഗറ്റീവ് സി സ്ക്വയർ ആവും. പോസിറ്റീവ് എ സ്ക്വയർ എന്തായി മാറും,
പോസിറ്റീവ് എ സ്ക്വയർ നെഗറ്റീവ് എ സ്ക്വയർ ആയി മാറും. നെഗറ്റീവ് ബി സ്ക്വയർ എന്തായി മാറും? പ്ലസ് ബി സ്ക്വയർ ആയി മാറും. അതൊക്കെ അറിയുന്നതല്ലേ? k/2. ഇനി എ സ്ക്വയർ എത്ര ഉണ്ട്? 2 ഉണ്ട്. രണ്ടും സൈൻ വേറെയാണ്, അപ്പോൾ 0 ആയി പോവും. ഇനി ബി സ്ക്വയർ എത്ര ഉണ്ട് നോക്കുക. ബി സ്ക്വയർ അപ്പോൾ 2b² അല്ലേ? 2b² ഉള്ള കാരണം 2b² എന്ന് എഴുതാം. ഇനി അടുത്തത് എത്ര c² ഉണ്ട്? -2c². 2c² ഉണ്ട് അല്ലേ? അപ്പോൾ k/2. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട്. 2നെ പുറത്തേക്ക് എടുക്കുക. b² - c². 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യുക. ലാസ്റ്റ് k ഇൻറ്റു b² - c². ഇതേപോലെ തന്നെ നമുക്ക് എത്ര എണ്ണം പ്രൂവ് ചെയ്യാനുണ്ട്? 2 എണ്ണം കൂടെയും പ്രൂവ് ചെയ്യാനുണ്ട്. ഈ 2 എണ്ണവും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, ഈ 2 എണ്ണം കൂടിയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്ത് കിട്ടും? 0 കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ലാസ്റ്റ് ആൻസർ ഞാൻ സോൾവ് ചെയ്ത് തരാം. ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം b sin of c - a എന്താ കിട്ടുക നോക്കുക. ലാസ്റ്റ് ആൻസർ k ഇൻറ്റു c² - a² എന്നാണ് കിട്ടുക. അടുത്തത് എന്താണ്? c sin of a - b നമുക്ക് എന്ത് കിട്ടും? k ഇൻറ്റു a² - b² എന്നാണ് കിട്ടുക. ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എന്തിലേക്ക്? ആൻസറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a sin of b - c പ്ലസ് b sin of c - a പ്ലസ് c sin of a - b ഈക്വൽ ടു നമുക്ക് എന്താ വേണ്ടത്? 0 വരുത്തുകയാണ്. 0 കിട്ടുമോ എന്നുള്ളത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. അതിൻ്റെ പ്ലേസിൽ അതിൻ്റെ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ k b² - c² പ്ലസ് പിന്നെയും എന്തെന്നെ കിട്ടും? k c² - a² പിന്നെയും പ്ലസ് k a² - b² ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചതാണ്. ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രം. ഇതിലൊക്കെ മൂന്നിൽ എന്തുണ്ട്? കോമൺ ആയിട്ട് k ഉണ്ട്. kനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ b² - c² പ്ലസ് c² - a². പിന്നെയും k എഴുതി വയ്ക്കരുത്. k നമ്മൾ മൂന്നിൽ നിന്നും കോമൺ ആയിട്ട് എടുത്തു. ഇനി പ്ലസ് ഇടുമ്പോൾ മറക്കരുത്. ഇനി a² - b². b² -b² 0 ആയി പോവും. -c² പ്ലസ് c² 0 ആയി പോവും. -a² പ്ലസ് a² 0 ആയി പോവും. മൊത്തം എന്തായി മാറി? 0. അപ്പോൾ k ഇൻറ്റു 0 തന്നെയാണ് 0. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? RHS 0 കിട്ടി. സോ ഇത് മൂന്നും സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് 0 കിട്ടും. ഇങ്ങനെ 2 ക്വസ്റ്റ്യനാണ് എക്സാമിന് വരും, ഉറപ്പ്. ഈ 2 ക്വസ്റ്റ്യനേ വരാറുള്ളൂ. 2 ക്വസ്റ്റ്യന് നന്നായി പഠിക്കുക ട്രിഗണോമെട്രിക് ഫംഗ്ഷന്. Okay, all the very best.